ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നേ. ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളതേ നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടിയ അത് എരിവൊന്നും ഇല്ലാതെ പുട്ടിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റുന്ന നല്ലൊരു കടലക്കറിയാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. കടല നല്ലതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 6 മുതൽ 7 മണിക്കൂർ സമയം ഒരു 1/4 കപ്പ് കടല കുതിർത്തെടുത്തിട്ടുള്ളതാണ് കഴുകിയെടുത്തത് കുക്കറിലെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് സവാള, ഒരു മീഡിയം വലിപ്പമുള്ള സവാള അരിഞ്ഞതും, ഒരു 20 മുതൽ 22 എണ്ണം ചെറിയുള്ളി, ചെറുതായതുകൊണ്ടാണ് ഞാൻ 20 എണ്ണം എടുത്തിട്ടുള്ളത്. ചെറിയുള്ളിയും കൂടെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, 5 വെളുത്തുള്ളി അരിഞ്ഞതും, 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിന് ആവശ്യമായിട്ട് 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയുള്ളി അരിയാതെയാണ്, ചെറിയ ഉള്ളി ആയതുകൊണ്ട് അരിയാതെയാണ് ഞാൻ മൊത്തമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്കൊരു 4 മുതൽ 5 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളകും 3/4 ടീസ്പൂണോളം പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി കിട്ടുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി വറുത്തെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയം തേങ്ങ കരിഞ്ഞു പോകാതിരിക്കാൻ ഫ്ലെയിം വേണമെങ്കിൽ ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു 12 മുതൽ 15 സെക്കൻഡ് സമയം ഇതൊന്ന് മൂപ്പിച്ചാൽ മതിയാവും. ഇപ്പോൾ പൊടികൾ കരിഞ്ഞു പോകത്തില്ല. ശേഷം അതൊന്ന് മൂപ്പിച്ചെടുത്ത് തേങ്ങയും പൊടികളും മാറ്റി വെക്കുക. ഒരു 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കറിൻ്റെ ആവിയെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കടല നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കടല, ഒരു 2-3 ടേബിൾ സ്പൂൺ കടല ഇതുപോലെ എടുത്ത് മാറ്റി വെക്കാം. നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടലയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങയും കടലയും നല്ലതുപോലെ അരച്ചെടുത്തത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ, നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ കുറച്ച് അരപ്പും നമ്മൾ അരച്ചെടുത്തുള്ള തേങ്ങയുടെ ബാക്കിയുണ്ടല്ലോ, അത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നതിന് വരെ തിളപ്പിച്ചെടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ കടലയെല്ലാം ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നമുക്ക് കറിയുടെ തിക്നെസ് എത്ര വേണോ അതിനനുസരിച്ച് കുറച്ച് നേരം തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടോ നല്ലതുപോലെ കറി കുറുകി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു 2 മുതൽ 3 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. നല്ലപോലെ കുറുകി കിട്ടും. ഇനി നമുക്ക് താളിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഒരടപ്പ് വെച്ച് അടച്ച് വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. നല്ല തിക്ക് ഗ്രേവിയോട് കൂടി ഒരു കടലക്കറി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.